ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതുവരെ നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങും അതുപോലെ ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളൊരു പ്ലേ ലിസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ചെയ്യുന്നൊരു ട്യൂട്ടോറിയലാണ്. നമുക്ക് ചെയ്യുന്നത് ഇന്ന് യൂണിഗ്രാഫിക്സിൻ്റെ ട്യൂട്ടോറിയലാണ്. അതായത് യൂണിഗ്രാഫിക്സ് A to Z നമ്മൾ ഈ ട്യൂട്ടോറിയലിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കൂടുതൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂണിഗ്രാഫിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിന് അടുത്തതായിട്ട് നമ്മളതിൻ്റെ സ്കെച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ബിഗിനേഴ്സ് ലെവലിലുള്ള, അതായത് ഇപ്പോൾ ഒരു ഡിപ്ലോമ ഒരു എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് കടന്ന് ചെല്ലുന്ന ആൾക്കാർക്കുള്ള വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഡിസൈനിങ്ങിലുള്ള കൂലികളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പം ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡിലേക്ക് ഓട്ടോകാഡ് അതേപോലെയുള്ള ഡ്രോയിങ് ഫീൽഡിലേക്കെല്ലാം കടന്നു വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ യൂണിഗ്രാഫിക്സ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. പണ്ടൊക്കെ നമ്മൾ ഓട്ടോകാഡിലായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഓട്ടോകാഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടി ഓട്ടോകാഡിൽ നമ്മൾ 2D ഡ്രോയിങ്സ് മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. യൂണിഗ്രാഫിക്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് അതിന് ഉപയോഗിക്കാം. അതിൽ നമുക്ക് മെഷീനിങ് പർപ്പസിനായാലും പിന്നെ നമ്മളെ അസംബ്ലി സെക്ഷൻ, കോംപ്ലക്സ് പ്രൊഫൈൽസിൻ്റെ ഡ്രോയിങ്സ് അതെല്ലാം നമുക്ക് ഇതിലൂടെ 3D ഡ്രോയിങ്സിലൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതിന് മെഷീനിങ് പർപ്പസിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബേസിക് നോളജ് ഇതിൻ്റെ ആവശ്യം ജസ്റ്റ് നമുക്ക് ഡ്രോയിങ് കണ്ടാൽ ഒന്ന് റീഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, അതായത് ചെറിയ നമ്മളൊരു 2D ഡ്രോയിങ് കണ്ടാൽ നമുക്കത് ഡ്രോയിങ് റീഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ കൂടെ നമുക്ക് 3D ഡ്രോയിങ് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3D ഡ്രോയിങ്സ് ഉപയോഗിക്കുന്നത്. ചില പ്രൊഫൈൽസൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് 3D മോഡലിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 3D മോഡലിങ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് യൂണിഗ്രാഫിക്സ് ആണ്. അപ്പോൾ യൂണിഗ്രാഫിക്സിൻ്റെ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള വിൻഡോ ഇങ്ങനെയാണ്. ഇതിൽ കുറേ ബട്ടൺസ് കാണാം. ന്യൂ, ഓപ്പൺ. അപ്പോൾ ഈ ന്യൂ ഓപ്പണിലുള്ള ബട്ടണിൽ നമ്മൾ ആദ്യമുള്ള നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ. നമുക്ക് ന്യൂ ആണ്. നമുക്ക് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മോഡലിങ്സ് ആണ്. അപ്പോൾ നമ്മൾ മോഡൽസിലാണ് ഈ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. മോഡൽസിൽ ഇവിടെ മോഡലിങ്ങിൽ സെലക്ട് ചെയ്യാം, മോഡൽ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളെ യൂണിറ്റ്സ് മില്ലിമീറ്റേഴ്സാണ്. മില്ലിമീറ്ററിലാണ് നമ്മൾ സാധാരണ എൻജിനീയറിംഗ് ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ മില്ലിമീറ്റേഴ്സിലാണ് നമ്മൾ ചെയ്യുക. ഇഞ്ചസിലും ചെയ്യാറുണ്ട്. ചില കമ്പനികൾ ഇഞ്ചസിൽ ചെയ്യാറുണ്ട്. അത് നമുക്ക് ഇഞ്ചസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇഞ്ചസിൽ ഡ്രോ ചെയ്യാം. മില്ലിമീറ്ററിലാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ല രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾസ് ക്രിയേറ്റ് ചെയ്താൽ ഒരുമിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ മില്ലിമീറ്റേഴ്സ് ഇപ്പോൾ സെലക്ട് ചെയ്തു. പിന്നെ നെയിം, നമുക്ക് പാർട്ടിൻ്റെ നെയിം വേണമെന്നുള്ളത് നെയിം കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കുന്നു, ഇൻട്രോ എന്ന് കൊടുക്കുക, ഇൻട്രോ. പിന്നെ നമ്മൾ ഫോൾഡർ സേവ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ നമ്മൾ ഡ്രോയിങ്സ് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറാണ്. അവിടെ അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഡീഫോൾട്ടായിട്ട് ഇടുന്നതാണ്. ഓക്കെ കൊടുക്കാം. യൂണിഗ്രാഫിക്സ് ഇത് വളരെ തുടക്കം മുതൽ നമുക്ക് വീഡിയോ കണ്ടാലേ നമുക്ക് ലാസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിൻഡോ, നമ്മളെ യൂണിഗ്രാഫിക്സിൻ്റെ സ്റ്റാർട്ടിങ് വിൻഡോ ഇങ്ങനെയാണ് വരിക. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. ഫയൽ, ഹോം, അസംബ്ലീസ്, കർവ്, സർഫസ്, അനാലിസിസ്, വ്യൂ, റെൻഡർ, ടൂൾസ്, ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം.
ഇതല്ല, ഇതിൽ ഒരുപാട് ടാബുകളുണ്ട്. ടാബിനെ പറ്റി ആദ്യം പറഞ്ഞുതരാം. ഇത് നമ്മളെ സ്കെച്ച് ടാബാണ്. ഈ സ്കെച്ച് ടാബ് ഉപയോഗിച്ചാണ് നമ്മൾ 2D ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഡയറക്റ്റ് സ്കെച്ചാണ്. ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ, ലൈന്, കർവ്, സർക്കിളെല്ലാം ഇതിൽ നമുക്ക് കിട്ടും. ഇത് നമ്മളെ പ്ലെയിൻസ്, ഡയറക്റ്റ് പ്ലെയിൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോൾസ്, അതെല്ലാം ഇതിൻ്റെ പറഞ്ഞുതരാം. ഫീച്ചർ ടാബാണെന്നാണ് ഇതിന് പറയാം. ഇത് നമ്മളെ ഫീച്ചർ ടാബാണ്. അതിനുശേഷം വരുന്ന സിങ്ക്രണസ് മോഡലിംഗ്, ആ ടാബിൻ്റെ ഉപയോഗങ്ങളും നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അസംബ്ലി ടാബാണിത്. ഈ ടാബെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനും എന്താ പറയുക, ഓപ്ഷൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഇവിടെ വിഷ്വൽ റിപ്പോർട്ടിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ റിപ്പോർട്ടിങ്ങിന് ഒരു ടാബ് കൂടി ആഡ് ആവും. നമ്മൾ ഡിഫാൾട്ടായിട്ട് അത് വേണ്ട, നമുക്കിത്. അതേപോലെ ഈ ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനൂസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് നാവിഗേറ്റർ പാർട്ട്, നാവിഗേറ്റർ ടാബ്. ഇതിൽ നമുക്ക് അസംബ്ലി നാവിഗേറ്റർ ഉണ്ട്, കൺസ്ട്രെയിൻ നാവിഗേറ്റർ, പാർട്ട് നാവിഗേറ്റർ. നമ്മളിവിടെ ഡ്രോയിങ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യാനെല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടാബിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഈ ഒരു ടാബ്. പിന്നെ ഇത് നമ്മളെ ഡാറ്റം പ്ലെയിൻ. ഇത് നമ്മളെ ഡാറ്റം പ്ലെയിനാണ്. ഈ ഡാറ്റം പ്ലെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നമുക്ക് നോർമലി നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ 3 ഡാറ്റം പ്ലെയിൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് XY ഡാറ്റം പ്ലെയിൻ, ഒന്ന് YZ ഡാറ്റം പ്ലെയിൻ, അടുത്തത് XZ ഡാറ്റം പ്ലെയിൻ. അതായത് ഈ XY ഡാറ്റം പ്ലെയിന് നമ്മൾ ടോപ്പ് വ്യൂ ആയിട്ട് ഉപയോഗിക്കും. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ട് നമ്മൾ XY ഡാറ്റം പ്ലെയിൻ ഉപയോഗിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇതാണ് നമ്മളെ ഡ്രോ ചെയ്ത ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, അതായത് XY വ്യൂ ആണ് ഇത്. അതായത് ഇത് നമ്മളെ ഇതിൽ പോയാൽ ഇത് ഐസോമെട്രിക് ആണ്. ഇതിൽ നമ്മളെ ഇത് ഫ്രണ്ട് വ്യൂ. ഇത് നമ്മളെ ടോപ്പ് വ്യൂ. ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ടോപ്പ് വ്യൂ. ഈ ടോപ്പ് വ്യൂ ഇതാണ് XY പ്ലെയിനുള്ള വ്യൂ ആണ് ഇത്. അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ വ്യൂ. അതേപോലെ ഈ ഒരു ഡ്രോയിങ്, ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുക. അതായത് ഈ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത്. എൽ ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ആ വ്യൂസ് എല്ലാം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും, അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു ടേബിളിൻ്റെ മുകളിലോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന്, അതായത് ഇതാണ് ഫ്രണ്ട് സൈഡ്, ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഈ പ്രോഡക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഈ വ്യൂ. ജസ്റ്റ് ഒരു എൽ ഷേപ്പിലുള്ള വ്യൂ. അതേപോലെ ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഈ ടോപ്പ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഈ ടോപ്പ് വ്യൂ. അതേപോലെ ഈ പ്രോഡക്റ്റിന് നമ്മൾ ഈ സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഞാൻ ജസ്റ്റ് എടുത്തു തരാം. ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പോൾ ഈ 3 വ്യൂസും നമ്മളെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഐസോമെട്രിക് വ്യൂ ആയിട്ട് ഇതിനെ മാറ്റാൻ കഴിയുന്നത്. ജസ്റ്റ് നമ്മൾ വ്യൂസ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സ്കെച്ച് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ സ്കെച്ച് വ്യൂ. ഈ പ്ലെയിനിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്കെച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്കെച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓൺ പ്ലെയിൻ ഉണ്ടാവും. ഇതിൽ ഓരോ ഓപ്ഷൻ ഉണ്ടാവും. ഏത് പ്ലെയിനിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്, അതായത് ഈ ടോപ്പ് വ്യൂ ആണോ നമ്മൾ വരയ്ക്കുന്നത്, അതല്ല ഫ്രണ്ട് വ്യൂ ആണോ വരയ്ക്കുന്നത്, സൈഡ് വ്യൂ ആണോ വരയ്ക്കുന്നത്, ഒക്കെ നമുക്ക് ഇതിൽ
സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ടോപ്പ് വ്യൂ ആണുള്ളത്, അതായത് എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നമ്മളെ ഡ്രോയിങ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഉണ്ടോ, 1 2 3 3 തരത്തിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ച് ചെയ്യാം. ഈ ഇത് പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് റെക്റ്റാങ്കിളാണ്, അതായത് 2 പോയിൻറ്റ്. റെക്റ്റാങ്കിളിൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ ഒരു പോയിൻറ്റ് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കിട്ടി. അതേപോലെ ഇവിടെ നമുക്ക് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ, എസ്കേപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് മാറ്റി കൊടുക്കാം. ഡയമെൻഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്കേപ്പ് അടിച്ചതിന് ശേഷം ഡയമെൻഷൻ്റെ ബട്ടണിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു ലൈൻ ഡബിൾ ക്ലിക്ക് ജസ്റ്റ് 180 കൊടുക്കാം, ഡയമെൻഷൻ 180. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊരു ബ്ലൂ ലൈനിൽ, അതായത് ഈ ഡയമെൻഷൻ ഡാർക്ക് ബ്ലൂവിലാണ് വന്നിട്ടുള്ളത്, ഇത് ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് സ്ട്രോങ് ഡയമെൻഷനാണ്. ഇത് സ്ട്രോങ് ഡയമെൻഷനാണ്, അതായത് നമ്മളൊരു ഡയമെൻഷൻ ചെയ്ത് കൊടുത്തു, നമ്മൾ ഇത്ര ഡയമെൻഷൻ വേണമെന്നുള്ളത് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് വന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അത് വീക്ക് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 92 കൊടുക്കണം. നമ്മൾ 92 ഇത് ഡയമെൻഷൻ 92 വേണമെന്നുള്ളത് നമ്മൾ പ്രിഫർ ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, സ്കെച്ച് ഈസ് ഫുള്ളി കൺസ്ട്രെയിൻഡ് വിത്ത് 2 ഓട്ടോ ഡയമെൻഷൻസ്, അതായത് ഈ 2 ഡയമെൻഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് ഈ ഡാറ്റ കോർഡിനേറ്റ്സിന് അനുസരിച്ച് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം, അതായത് ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യരുത്, അതായത് ഒരു സ്കെച്ച് എപ്പോഴും ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ ഡ്രോയിങ്സ് വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയമെൻഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 85.3 ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലാണ്, ഈ റെക്റ്റാങ്കിൾ ഈ കോർഡിനേറ്റിൻ്റെ സെൻറ്ററിലാണ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 180യുടെ സെൻറ്റർ 90 ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഇത് 92യുടെ സെൻറ്റർ, 92ൻ്റെ സെൻറ്റർ എത്രയാണ്, 46 എൻ്റർ ചെയ്തു. അപ്പോൾ കണ്ടോ, ഇത് രണ്ടും ഈ ഭാഗവും ഈക്വലായി. ഇപ്പോൾ ഇത് സെൻട്രലായി. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, സ്കെച്ച് ഈസ് ഫുള്ളി കൺസ്ട്രെയിൻഡ്. നമ്മൾ സ്കെച്ച് എപ്പോഴും ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിട്ട് ഡ്രോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിൾ ഇത് ബൈ 3 പോയിൻറ്റ് റെക്റ്റാങ്കിളാണ്. ഈ 3 പോയിൻറ്റ് റെക്റ്റാങ്കിളിൽ നമ്മൾ 1 ഒരു പോയിൻ്റായി, 2 3 3 പോയിൻറ്റ്. ഈ 1 2 3 ഈ 3 പോയിൻറ്റ് നമുക്ക് അസൈൻ ചെയ്തിടുക ഈ 3 പോയിൻറ്റ് റെക്റ്റാങ്കിളിൽ. പിന്നെ അതുപോലെ ഫ്രം സെൻറ്റർ ഈ 3 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇതിപ്പോൾ ഒരു പോയിൻ്റ്, ഫസ്റ്റ് പോയിൻ്റ്, ഇത് രണ്ടാമത്തെ പോയിൻ്റ്, ഇത് മൂന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററായിരിക്കും. ഇപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വരച്ചു തരാം. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. കേട്ടോ, നമ്മൾ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് മുകളിലേക്കും പോകുന്നുണ്ട് ലൈന്. അതുപോലെ സൈഡിലേക്ക് പോകുന്നതനുസരിച്ച്, റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലേക്കും പോകും. അപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് റെക്റ്റാങ്കിൾ കിട്ടും. ഇതിനെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് സെൻട്രലൈസ്ഡ് റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. അതാണ് റെക്റ്റാങ്കിൾ. അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇത് സർക്കിള് ഫസ്റ്റ് സ്കെച്ചിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏത് പൊസിഷനാണ്, ടോപ്പാണ് വേണ്ടത്, ടോപ്പ്. ഇത് സർക്കിള് നമുക്ക് 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന് നമ്മൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളായിട്ട് മാറി വരും. ഇതിൽ നമുക്ക് ഡയമെൻഷൻസ് വേണമെങ്കിൽ ഒരു 50 mm കൊടുക്കാം. 50 mm റേഡിയസുള്ള
ഡയമീറ്ററാണ് 50 mm. ഇതിൽ നമുക്ക് 50 ഡയമീറ്ററാണ് നമ്മൾ ഇതിൽ എഴുതി കാണിക്കുന്നത്, ഡയമീറ്ററിലാണ്. ഇത് നമുക്ക് റേഡിയസ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ റേഡിയസ് 50 ആകുമ്പോൾ ഡയമീറ്റർ 100 mm ആവും. നമുക്ക് ഡയമീറ്റർ 50 mm. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് ഈസ് ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇത് നമ്മുടെ സെൻറ്റർ പോയിന്റ്, അവിടെ നിന്നാണ് നമ്മൾ 50 mm റേഡിയസുള്ള സർക്കിൾ വരച്ചത്. ഓക്കെ, അതേപോലെ സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് കൂടി കാണാം, 3 point മെത്തേഡ്. നമ്മൾ 44 ഇപ്പോൾ ഒരു സ്ക്വയർ റെക്റ്റാങ്കിളാണിത്. ഇതിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു, ഈ പോയിൻ്റ് എടുത്തു, ജസ്റ്റ് ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഈ 3 പോയിൻ്റ് കൂടി കോയിൻസൈഡായി. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഫുള്ള് റെഡ് ലൈനായിട്ട്, അതായത് ഓവർ കൺസ്റ്റൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ 2 ഡയമെൻഷനും ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളി കൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെച്ച് ഫുള്ളി കൺസ്റ്റൻ്റ് ആയിട്ട് ടു ഓട്ടോ ഡയമെൻഷൻസ്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് കൂടുതൽ വീഡിയോ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്കിപ്പോൾ കവർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റാണ് ലൈന്. ഇത് നമ്മൾ സാധാരണ ലൈന് പോലെ ഒരു ലൈൻ വരയ്ക്കാം. ഇതിൻ്റെ എസ്കേപ്പ് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആർക്ക്, ഇപ്പോൾ ആർക്ക് ഇതേപോലെ 3 സൈഡ് ഉണ്ടാവും. 1 സൈഡ്, 2 സൈഡ്, പിന്നെ എവിടെ വേണ്ടിച്ചാൽ 3 സൈഡ്. 3 സൈഡ് ഉള്ള ആർക്കാണിത്. അതുപോലെ ഇത് സെൻറ്ററിൽ ആർക്കാണ്. നമ്മളെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ആർക്കാണ് വേണ്ടതെങ്കിൽ ഈ ആർക്ക് ഉപയോഗിച്ചിട്ട്, നമ്മളെ സെൻറ്റർ ഉപയോഗിച്ചിട്ട് ഈ ആർക്ക് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെയുള്ളതാണ്. ഇനി അടുത്താണ് ഇതൊരു പോയിൻ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പോയിൻ്റ് ക്ലിക്ക് ചെയ്യാം. എവിടെ പോയിൻ്റ് വേണമെങ്കിൽ ഇവിടെ പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പോയിൻ്റായിട്ട് വരും. നമുക്ക് ലൈനെല്ലാം ഡ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ആവശ്യം വരും. അതുപോലെ ഇത് നമുക്ക് ചാംഫറാണ്. നമുക്ക് ചാംഫർ ഒരു ഷാർപ്പ് കോർണർ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചാംഫർ നമുക്ക് 2 ലൈന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്റ്റഡ് ലൈൻസ് കാണിക്കും. ഈ ലൈനും തമ്മിലുള്ള ചാംഫറാണ് നമുക്ക് വേണ്ടത്. ഡിസ്റ്റൻസ്, സിമെട്രിക് ഡിസ്റ്റൻസ് ഉണ്ട്. സിമെട്രിക് അറിയാലോ. സിമെട്രി എന്ന് പറഞ്ഞാൽ 2 ഡിസ്റ്റൻസ് ഒരേപോലെ വരും. നമുക്കൊരു 6 mm കൊടുക്കാം. ഇങ്ങോട്ട് 6 mm വരും, അതേപോലെ ഇങ്ങോട്ട് 6 mm വരും. അപ്പോൾ ഇതൊരു ചാംഫറായി. അപ്പോൾ ഇതാണ് ചാംഫർ. അതേപോലെ ഇതിൽ സിമെട്രിക് ഉണ്ടാവും. അസിമെട്രിക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ലൈൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ, ചാംഫർ, അസിമെട്രിക് ഡിസ്റ്റൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിവിടെ ഒരു 3 mm ഡിസ്റ്റൻസ് വേണം. 3, 6. അപ്പോൾ നമുക്ക് രണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ലൈന് തമ്മിൽ ചാംഫർ, അസിമെട്രിക്, ഇത് 100, ഇത് 5 mm. ഓക്കെ, ഇത് 10 mm അല്ല 19 mm. സ്പെസിഫൈ പോയിൻ്റ്
ഇനി നമുക്ക് റേഡിയസ് നോക്കാം. ഇത് നമ്മളെ ഫില്ലറ്റാണ്. ഫില്ലറ്റ് നമുക്ക് അതേപോലെ ഫില്ലറ്റാണ്, റൗണ്ട് ഷേപ്പിൽ വരും. മറ്റേത് കോർണർ വരും. നമുക്ക് റേഡിയസ് ആയിട്ട് വരും. ഇതിനുള്ള റേഡിയസിൻ്റെ ഫില്ലറ്റിൻ്റെ റേഡിയസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫില്ലറ്റായി. ഇത് നമുക്ക് റേഡിയസ് എല്ലാം ഇവിടെ എസ്കേപ്പ് ബട്ടൺ അടിച്ചിട്ട് റേഡിയസ് നമുക്ക് മാനുവലി റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫില്ലറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു 30 കൊടുക്കാം. കാണുന്നില്ല, സൈസ് കൂടുതലാണ് 30. അതുപോലെ നമുക്കൊരു 30 കൊടുക്കാം. 30 അപ്പോൾ ഇങ്ങനെ ക്വിക്ക് ട്രിമ്മോ ക്വിക്ക് എക്സ്റ്റെൻഡോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ലൈന് പാസ് ചെയ്യണം. ലൈന് നമ്മൾ പാസ് ചെയ്യുന്നു. നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ പുറത്തേക്ക് പോകുന്ന ലൈന് നമുക്ക് അൺനെസസറി ആയിരിക്കും, ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എസ്കേപ്പ് അടിക്കുക. അത് ക്വിക്ക് ട്രിം നമ്മൾ ഈ 2 ലൈന് വേണ്ട. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യാം. ക്വിക്ക് ട്രിം ഉപയോഗിക്കുന്നത് ആവശ്യമില്ലാത്ത അൺനെസസറി പാർട്സ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി, അൺനെസസറി ഡ്രോയിങ് സ്കെച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ക്വിക്ക് ട്രിം ഉപയോഗിക്കുന്നത്. അതുപോലെ ക്വിക്ക് എക്സ്റ്റെൻഡ് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ക്വിക്ക് എക്സ്റ്റെൻഡ് അപ്പോൾ സെലക്ട് കർവ് ഉണ്ടാവും. സെലക്ട് കർവ് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് കർവ് ഉണ്ടോ, ഈ പാർട്ടിലേക്ക് അത് എക്സ്റ്റെൻഡായി. അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ക്വിക്ക് എക്സ്റ്റെൻഡ്. പിന്നെ മേക്ക് കോർണർ, നമ്മൾ 2 കോർണർ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ട്രിം റിസിപ്റ്റ് കർവ്. പിന്നെ മൂവ് കർവ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കർവിനെ നമ്മൾ ഒരു ഡ്രോയിങ്ങിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലുണ്ടാവും യൂസ് കർവ് ഫൈൻഡർ, സെലക്ട് കർവ്. ഈ കർവ് നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യിക്കേണ്ടത് നമുക്ക് മൂവ് ചെയ്യിക്കാം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 10 mm വേണമെങ്കിൽ 10 mm കൊടുത്തുകയാണെങ്കിൽ 10 mm കൊണ്ട് മൂവ് ചെയ്യും. അതിലൊരു 50 mm കൊടുത്തുകയാണെങ്കിൽ 50 mm മൂവ് ചെയ്യും. അപ്ലൈ. ഓക്കെ. ഈ സ്കെച്ച് ഇവിടെ നിന്ന് 50 mm മൂവ് ചെയ്തു. അതിനാണ് മൂവ് കർവ്. ഇത് പിന്നെ ഓഫ്സെറ്റ് മൂവ് കർവാണ്. കർവ് സെലക്ട് ചെയ്തു, ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കൊടുത്തു 12, 60. അപ്ലൈ. അത് മൂവായി. അപ്പം അതിനുപയോഗിക്കുന്നതാണ് മൂവ് കർവ്, ഓഫ്സെറ്റ് മൂവ് കർവ് ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരും. പിന്നെ അതിലുള്ളൊരു ഓപ്ഷനാണ് സ്കെയില്, അതായത് കർവിൻ്റെ സ്കെയിൽ വലുപ്പം കൂട്ടാനും ഉപയോഗിക്കുന്നതാണ്. റീസൈസ് എല്ലാം നമുക്ക് ഡിലീറ്റ് കർവ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പോളിഗണാണ്. പോളിഗൺ നമുക്ക് അറിയാലോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തൊരു പോളിഗൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പോളിഗൺ. പിന്നെ ഇത് എലിപ്സാണ്. പിന്നെ കോണിക്ക്. ഇത് ഓഫ്സെറ്റ് കർവ്. ഇതിപ്പോൾ നമ്മളവിടെ ഈ ഒരു കർവ് 60 mm ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ചെയ്തു. അപ്ലൈ. കണ്ടോ, ഈ ഒരു കർവ് മൂവ് ആവാതെ ഇതവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു കർവ് 60 mm മാറിയിട്ട് ഇവിടെ ഓഫ്സെറ്റായി. അതേപോലെ 60 mm ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങോട്ടും അപ്ലൈ. ഇത് സെൻറ്ററായിട്ട് ഇങ്ങോട്ടും ഒരു 60 mm മൂവായിട്ട് 2 കർവ് വന്നിട്ടുണ്ട്. അതിനുപയോഗിക്കുന്നതാണ് നമ്മൾ ഓഫ്സെറ്റ് കർവ്.
പിന്നെ ഇത് പാറ്റേൺ കർവാണ്. പാറ്റേൺ കർവ് ഞാൻ പറഞ്ഞുതരാം. പാറ്റേൺ കർവ് നമ്മൾ ഇനി എടുക്കാം. ഇതെല്ലാം നമുക്ക് ഡ്രോയിങ് സ്കെച്ച് ചെയ്യുമ്പോൾ വളരെ ആവശ്യമുള്ള ഒരു നമ്മളെ പാറ്റേൺ കർവ് എടുക്കാം. ഇതാണ് പാറ്റേൺ കർവ്. ഈ കർവ് സെലക്ട് ചെയ്യുക. നമ്മൾ ലീനിയറാണ്. ലീനിയർ ഇതിൽ തന്നെ കാണാം, ഇങ്ങനെ വരും. നമുക്ക് സെലക്ട് ലീനിയർ ഒബ്ജക്റ്റ്, നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. കൗണ്ട് 6 കൊടുക്കാം. പിച്ച് ഡിസ്റ്റൻസ് നമുക്ക് 20 കൊടുക്കാം. വേണ്ടോ, നമ്മളൊരു 20 ഡിസ്റ്റൻസിൽ കർവ് വന്നു. അതുപോലെ ഇപ്പോൾ നമ്മളിതൊരു സർക്കിളിൽ വേറൊരു സർക്കിൾ കൂടി, ഈ സർക്കിളിൽ നമ്മൾ പാറ്റേൺ കർവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പാറ്റേൺ കർവ് ഓപ്ഷനിൽ പോവാം. ഇവിടെ സർക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് കർവ്, ഈ കർവ് സെലക്ട് ചെയ്യാം. സ്പെസിഫൈ പോയിൻ്റ്, നമ്മളെ പോയിൻ്റ് കൗണ്ട് ആൻഡ് പിച്ച്, ഇത് നമുക്ക് കൗണ്ട് ആൻഡ് സ്പാൻ കൊടുക്കാം. കൗണ്ട് ആൻഡ് സ്പാൻ കൊടുത്തിട്ട് ഒരു 5 ഹോള് ഈ സർക്കിളിൻ്റെ റേഡിയസ് 360 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സർക്കിളിൽ 360 ഡിഗ്രിയിൽ 5 ഹോള് ഈക്വലായിട്ട് പ്ലേസ് ചെയ്യും. അതിനാണ് നമ്മൾ പാറ്റേൺ ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻട്രോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വേറെയും ഫീച്ചേഴ്സ് ഉണ്ട്. മിറർ കർവ് ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. മിറർ കർവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മളെ കർവ്. അപ്പോൾ നമ്മൾ ഈ കർവ് ഇതേപോലെ ഇവിടെയും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറർ കർവ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ മിറർ കർവ് ഉപയോഗിക്കുക. സെലക്ട് കർവ്, ഈ കർവ് സെലക്ട് ചെയ്യൂ. ഈ കർവ് സെലക്ട് ചെയ്തു. ഈ 4 കർവ് സെലക്ട് ചെയ്തു. സെലക്ടർ സെൻറ്റർ ലൈൻ, ഇതാണ് നമ്മൾ സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്തു. അതേപോലെ കർവ് ഇവിടെ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മിറർ കർവ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. അതായത് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരേ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് 12 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം. നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഡിസൈനിങ്ങിൽ വലിയ പുലികളും പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും ഇതിനുകൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്ത് പോവാം. ബിഗിന്നേഴ്സ് ഇത് ഉപയോഗിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഫുള്ളായിട്ട് ഈ ട്യൂട്ടോറിയൽ എൻഡ് വരെ മുഴുവനായിട്ട് കാണാം. അത് ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.